പുരുഷേട്ടാ എന്താ ഒന്ന് സ്പെഷ്യൽ എന്ത് വാർത്ത എന്താ ഉണ്ടോ? ഓരോ നേരമല്ല ഫോണ് നോക്കി കൊടുക്കണേ. ഉണ്ടെന്ന് വാർത്ത നോക്കി ആകെ വാഹന അപകടങ്ങൾ, ഒരു ഭാഗത്ത് പീഡനങ്ങൾ, ഇതേ ഇല്ലു വാർത്തയിൽ. ഇപ്പൊ നോക്കി, കഴിഞ്ഞ ദിവസം കാസർഗോഡ് കർദക്കാട് നിർത്തിയിട്ട ഒരു ലോറി, അതിന്റെ പിറകിലേക്ക് വേറൊരു ലോറി കൊണ്ട് നിർത്തിയിട്ട് അപകടം. ഓടുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ അപകടം പറ്റുക എന്നുള്ളതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ ഈ നിർത്തിയിട്ട വണ്ടീൻ്റെ ബാക്കിലൊക്കെ പോയിട്ട് കൊണ്ടുപോയി വണ്ടി ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ വണ്ടികളൊക്കെ പിന്നെ ആരാ നിർത്തുക? നിങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങ് കാണുന്ന JCB ഉണ്ടല്ലോ, അത് എടുത്തിട്ട് പോയാൽ നമ്മുടെ പേരടിക്ക് ആരും വന്ന് കയറിയില്ലല്ലോ. വൈദ്യുതി JCB ഓട്ടാൻ അറിയോ? വേണ്ടി വന്നാൽ പഠിക്കേണ്ടി വരും. അത് 2 ദിവസത്തിൽ നമുക്ക് പഠിച്ചില്ലേ. അപകടങ്ങൾ ഉണ്ടാകുന്നതല്ല, അപകടങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതെങ്ങനെ? അത് ഞാൻ പറഞ്ഞുതരാം. ഈ വണ്ടികൾക്ക് ആക്സിലേറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ആവശ്യത്തിന് ഉപയോഗിച്ച് ആക്രാന്തം പിടിക്കാണ്ട് ചവിട്ടി നല്ല കറക്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആക്സിഡൻറ്റുകൾ കുറവായി കിട്ടും. അപ്പോൾ എന്തിനാണ് ഈ കമ്പനിക്കാർ 100-150 സ്പീഡോമീറ്റർ വെക്കുന്നത്? ഓട്ടാനല്ലേ? കമ്പനി 100-150 സ്പീഡ് വെക്കും, അതൊന്നും സർക്കാർ നിയന്ത്രിക്കില്ല. അതെന്തേന്ന്? സ്പീഡ് നിയന്ത്രിച്ചാൽ സ്പീഡിൻ്റെ പേര് പറഞ്ഞ് പോലീസിന് അതിൻ്റെ പേരിൽ പിഴ ഈടാക്കി ഖജനാവ് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സർക്കാർ ഇതിന് കൂട്ടുവെക്കുകയില്ല. പക്ഷെ പേര് ഫുള്ള് കമ്പനിയുടെ പുറത്ത്. വഴിയുള്ളൂ, ഓട്ടുന്ന നമ്മൾ തന്നെ സ്പീഡ് നിയന്ത്രിക്കുക, ഒപ്പം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ വാഹനം ഓടിക്കുക. കൂടാതെ നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാ പേപ്പറുകളും ഭദ്രമായി വാഹനത്തിൽ സൂക്ഷിക്കുക. പറഞ്ഞത് ശരിയാണ്. ഒരു സെക്കൻഡ് കൊണ്ടുള്ള അശ്രദ്ധ നിങ്ങളുടെ കുടുംബത്തെ വഴിയാധാരമാക്കും. സൂക്ഷിച്ച് വണ്ടിയോടിക്കുക.